പിന്നെ ഉന്നതേ ഇവിടെ ഒരുത്തന്തേ അവിടെ മേലോട്ട് നടന്നു പോകണം. മേലിൽ ചെന്നിട്ട് നമ്മുടെ ആ ഒരു ടോക്കൺ കാണിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. 50 രൂപ പാക്കറ്റുള്ളൂ. ആ ഒരു റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ ഗവിയിലോട്ട് പോകുന്നത്. എന്റെ എല്ലാ ഉടായ്പകൾക്കും കൂടെ നിൽക്കുന്നത്. നൈസായിട്ട് വണ്ടി സൈഡിലോട്ട് പാർക്ക് ചെയ്തു ഫോർ ടേക്കിംഗ് സം ഗുഡ് പിക്ചേഴ്സ്. ഈ കാടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് വണ്ടികളുടെ എണ്ണം ഭയങ്കര ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു തിരക്കും കാര്യങ്ങളുമില്ല. ക്ഷീണം ചുമ്മാടുത്തു എന്തൊക്കെയോ വിസ്തൃതികൾ അവിടെ ഞാൻ കാണിച്ചു. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ ഗവി പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ പാസ് ഇവിടെ കാണിച്ച് എഴുതി ഒരു കുറിപ്പാക്കിയിട്ട് വേണം നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിൽ വന്നിരിക്കുവാണ്. കേട്ടോ, മേളിലോട്ട് നടന്നു പോകണം. മേളിൽ ചെന്നിട്ട് നമ്മുടെ ആ ഒരു ടോക്കൺ കാണിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മളപ്പം ആ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ, ഗവി ടിക്കറ്റ് കൗണ്ടർ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വഴിയിൽ നിന്ന് ഒരു ചേച്ചി ചൂടുണ്ണിയപ്പം വെക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. സോ 2 പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിച്ചു കേട്ടോ. 50 രൂപ ഒരു പാക്കറ്റിന്, അങ്ങനെ 100 രൂപ. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇവിടെ മേളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല, ചോറ് കിട്ടത്തില്ല. സോ നമ്മൾ പൊതിച്ചോറ് വാങ്ങണം ഗായ്സ്. നമ്മൾ പൊതിച്ചോറ് വാങ്ങാൻ വന്നിട്ടുള്ള ഒരു കടയാട്ടോ ഇത്. അതായത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് വനശ്രീ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമുക്ക് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ചോറ് വാങ്ങാം. സോ നമുക്ക് ഗവിയിലോട്ടുള്ള എൻട്രി പാസ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മളിത് ഇവിടെ വന്നിട്ട് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ഇതുപോലെ എഴുതിയെടുക്കണം. അപ്പോൾ നമുക്കിനി നേരെ ഗവിയിലോട്ട്. നമ്മൾ ഗവി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുവാണ് കേട്ടോ. അത് ഇതുണ്ട്, ചെക്ക് പോസ്റ്റ് കണ്ടോ. മേളിൽ നമ്മൾ നേരത്തെ എഴുതി കാണിച്ചിട്ടുള്ള സ്ലിപ്പില്ലേ, ആ സ്ലിപ്പ് അവിടെ കാണിച്ച് ആ പാസ് കാണിച്ചിട്ട് വേണം നമ്മളിനി യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഗവിയിൽ പോകണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് മീൻസ് ഈ ഒരു ഓർഡിനറി സിനിമയൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും KSRTC ബസ്സിൽ ഒന്ന് യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് പറ്റിയില്ല. ബട്ട് നമ്മൾ കാറിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. ദാ ബാക്കിൽ കൂടെ കാണുന്ന ആ ഒരു റോഡ് കണ്ടോ, ആ ഒരു റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ ഗവിയിലോട്ട് പോകുന്നത്. സോ പുതിയൊരു സ്ഥലം കാണാൻ പോകുന്നതിൻ്റെ എല്ലാവിധ സന്തോഷവും ഒരു ആഹ്ലാദവും എൻ്റെ ഉള്ളിലുണ്ട്. 2-3 ടൈംസ് ഒക്കെ ഗവി പോകുന്നവർക്ക് അത്ര വലിയ ഇറ്റ്സ് ആൻ ഓക്കെ പ്ലേസ് എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സോ എന്നെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് വെരി എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയാണ്. പുതിയ സ്ഥലം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ. നമ്മൾ ഗവി പോവാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ എൻ്റെ ട്രാവൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. ഇനിയിപ്പം അത് കാണിച്ചില്ല എന്ന് ആരും പരാതി പറയണ്ട. ദോ ഇരിക്കുന്നു മിസ്റ്റർ അഖിൽ അനിരുദ്ധൻ, ഞങ്ങളുടെ ഹാൻസം ചിക്കു. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് എൻ്റെ എല്ലാ ഉടായ്പകൾക്കും കൂടെ നിൽക്കുന്നത് കണ്ണപ്പൂ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു എന്നോട്. അപ്പം വണ്ണനുള്ളി കണ്ണപ്പൂ. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. ഓൺ ദി വേ ആണ് കേട്ടോ. ആ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗവി ഫോറസ്റ്റ് കേട്ടോ. ഒരു 3 കിലോമീറ്ററോളം, 3 കിലോമീറ്റർ അല്ലല്ലോ, 2-2.5 മണിക്കൂറോളം ഈ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കടുവേനെയോ പുലിനെയോ സിംഹത്തിനെയോ അത്രയില്ല, ആനയോ പന്നീനെ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഭൂതകണ്ണാടി കൂടി വെച്ച് ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുവാണ് എല്ലോ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു, നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരിക. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ ഇവർ കടത്തി വിടുള്ളൂ. അതുകൂടാതെ 3 വീലേഴ്സും 2 വീലേഴ്സും അലൗഡഡ് അല്ല. അതുകൊണ്ട് ആ വണ്ടികളിൽ നമുക്ക് വരാൻ പറ്റില്ല. പിന്നെ ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിലും നല്ല ഹോട്ടൽസ് എവിടെയും കാണുവാണെങ്കിൽ പാഴ്സൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാട്ടിൽ ജുംജുലാക്ക എന്ന് പറഞ്ഞ് ഒച്ചയും ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചുകൊണ്ട് പോവരുത്. ഫൈൻ അടിച്ച് കൈ തരും കേട്ടോ. പിന്നെ പൈസ പോയി അത് പോയി ഇത് പോയി എന്നൊന്നും പറയരുത്. ബിക്കോസ് ഇതൊരു ഫോറസ്റ്റ് ഇതൊരു ഫോറസ്റ്റ് ഏരിയ അല്ലേ. അപ്പം ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ഇക്കോസിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. നമ്മൾ കയറി പോകുന്ന വഴിയല്ല തിരിച്ചിറങ്ങി വരുന്നതും കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. പക്ഷേ തുടരാം. ഇങ്ങനെ ഇവിടെ ഈ കാണുന്ന വണ്ടിയിലുള്ളവരെല്ലാവരും ഇറങ്ങി ഇപ്പം എന്തോ വലിയ വന്യഗ്രഹ ജീവനെ കാണാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങിയതാ. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലായിരുന്നു. ആനയാന്ന് ഓർത്തിറങ്ങിയതാണ്, പക്ഷെ ആനയല്ലായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ നിന്ന സമയത്ത് അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഉണ്ണിയപ്പം നല്ല കറുമുറു ഉണ്ണിയപ്പം. ടു ഓയിലിയോ? നമ്മൾ പോയ വഴിക്ക് ഫസ്റ്റ് ഒരു ഡാം സ്പോട്ട് ചെയ്തു കേട്ടോ. ഡാമിന്റെ ഒരു ഇത് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, വെള്ളം പോകുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. അല്ല ഇവിടെ ഇത് കണ്ട ചെക്ക് പോസ്റ്റിന്റെ ഇവിടെ കുറച്ച് പേര് താടാ പറഞ്ഞോടെ ഒരുത്തന് കിട്ടിയില്ലടാ താടാ. ഓൻ ക്യാച്ച് ചെയ്ത്. ടാറ്റാ ബൈ. നമ്മളപ്പം ഫോറസ്റ്റ് ഒക്കെ കയറി ഒരു ഏരിയയിൽ വന്നിട്ട് നൈസായിട്ട് വണ്ടി ഒന്ന് സൈഡിലോട്ട് പാർക്ക് ചെയ്തു ഫോർ ടേക്കിംഗ് സം ഗുഡ് പിക്ചേഴ്സ്. ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വരുന്ന വഴിക്കെല്ലാം ഫുള്ള് കാടുകളും, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ വളരെ റെയർലി നമുക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാം. അതും ഭയങ്കര ഭാഗ്യം വേണം കേട്ടോ. നമ്മൾ വളരെ വളരെ കുറച്ച് ആനിമൽസിനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമ്മളങ്ങനെ ഇവിടെ നിർത്തി 2-3 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ വെറുതെ ഒന്ന് നിർത്തുന്നു. ഇത് നമ്മൾ നിർത്തിയിട്ട് ഇതാ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. കരിങ്കോരെങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ ആളച്ചിരി വില്ലാളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇനി കരിങ്കോരെങ്ങനെ കാണിച്ചില്ല എന്ന് പറയരുത്. ഇതേണ്ടിരിക്കുന്നു കുറെ ഉണ്ട് കേട്ടോ. ചിലവന്മാരെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. കണ്ടോ ബാക്കിലെ വ്യൂ കണ്ടോ, നല്ല ഭംഗിയില് കാണാൻ വേണ്ടിട്ട്. നമ്മളപ്പം ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങിയപ്പോ 2 കുട്ടികളെ പരിചയപ്പെട്ടായിരുന്നു, അഭിലാഷും അഭിജിത്തും. നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടുന്ന് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ അനുവദിച്ചുകൂടാന്ന്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു ഇതിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും കുട്ടികളുടെ എടുത്തില്ല. ഭയങ്കര രസമാണ് കേട്ടോ പിള്ളേര്. ഇവിടെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുവാണ്, മരത്തിന്റെ മേലെ മരത്തിലൊക്കെ ചാടി കയറി ഇറങ്ങിക്കൊണ്ട് നല്ല രസമായിരുന്നു. കുറച്ചു നേരം അവന്മാരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു, ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെയും ഈ ഒരു ഗവി യാത്ര തുടരുവാണ് കേട്ടോ. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. നമ്മളങ്ങനെ കക്കി ഡാം ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് കേട്ടോ. ഫില്ലിംഗ് ഉണ്ട്. ഞങ്ങളിപ്പം ബ്രെഡും പീനട്ട് ബട്ടറും കഴിക്കുക. ആരുടെ ബ്രെഡ്? എന്റെ ബ്രെഡ് അല്ല, ബ്രെഡ്. അങ്ങനെ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ വന്നിരിക്കുവാണ്. പെരിയാർ ടൈഗർ റിസർവ് എന്നൊക്കെ ഗേറ്റിന്റെ ഫ്രണ്ടില്, അത് ചെക്ക് പോസ്റ്റിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളപ്പം നമ്മുടെ ടിക്കറ്റും ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് അകത്തോട്ട് പോയിക്കോണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മള് അടുത്ത ഒരു ഇതൂടെ അടയ്ക്കാനുണ്ടായിരുന്നു, ഒരു ടിക്കറ്റ് കൂടെ എടുക്കണമായിരുന്നു. 90 രൂപ അല്ലേ? 85 രൂപ ആണ് കേട്ടോ ആയത്. നമ്മുടെ അടുത്ത ചെക്ക് പോസ്റ്റ് കടക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു 3ാമത്തെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു, അത് കടക്കാൻ വേണ്ടിയിട്ട് 85 രൂപയായി. നമ്മളപ്പം 85 രൂപയുടെ പാസ് എടുത്തു. ഇതിപ്പോ 2ാമത്തെ പാസ് ആയിരുന്നു എടുത്തത്. എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഈ കാടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഈ പറയണ പോലെ ഒരുപാട് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൊല്ലത്ത് കുട്ടി ഹൈ ഒന്നും കാണാൻ പറ്റിയില്ല, നിർഭാഗ്യവശാൽ ഒന്നും കാണാൻ പറ്റിയില്ല. ഇനിയും ഒരുപാട് പോവാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ണ് വീഴ്ച നോക്കി ഇരിപ്പുണ്ട്, എവിടെയെങ്കിലും എന്തിനേലൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളപ്പം ഇനി ഗവി എത്താൻ വേണ്ടിയിട്ട് ഒരു 10 കിലോമീറ്ററും കൂടിയാണ് കേട്ടോ ഉള്ളത്. അവിടെ കണ്ണാപ്പു ആണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇത് നമ്മുടെ KSEBിയുടെ ക്യാൻറ്റീനാണ്. അപ്പം കൈയൊക്കെ കഴുകി ഊണ് കഴിക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ആശാൻ ഇങ്ങനെ വരുവാണ്. കണ്ട വെള്ളം എടുത്തോണ്ട്
അങ്ങനെ ചെന്ന് ദാ നമ്മളിങ്ങനെ 4ാമത്തെ ഡാമിലോട്ട് എത്തുവാണ് കേട്ടോ. ഇതാണ് പമ്പ ഡാം. കണ്ടോ, പമ്പ ഡാം. മ്ലാവാണ്, മ്ലാവ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗവി എത്തി കേട്ടോ. ഗവിയിൽ എത്തുന്ന വഴിക്ക് ഒരു ചെറിയൊരു സംഭവം എനിക്ക് ഉണ്ടായി. വേറൊന്നുമല്ല, നമ്മൾ ഓൾറെഡി വരുന്ന വഴിക്ക് പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മളൊരു ഡാം ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്ന സമയത്ത് 2 കുട്ടികൾ നമ്മുടെ അടുത്ത്, 2-3 കുട്ടികൾ അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന ഒരു സാധാരണ അവിടുത്തെ കാട്ടിൽ ജീവിക്കുന്ന 3 കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നു. തീരെ കുഞ്ഞു കുട്ടികളാട്ടോ, 2-3 വയസ്സൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ചോറിൻ്റെ പൊതി ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പം വീഡിയോയോ അങ്ങനെ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഞാനപ്പോൾ ചോറിങ്ങനെ കൊടുത്തപ്പോഴേ ആ കൊച്ചെൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. അതായത് ആ ഭക്ഷണം കഴിക്കാനുള്ള അതിൻ്റെ ഒരു ആഗ്രഹം, അതായത് ആ വിശപ്പാണ് മനസ്സിലാക്കിയത്. എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എന്തോ ഒരു ഫീലിങ്സ് അങ്ങ് കയറി അടിച്ചു. ബിക്കോസ് നമ്മളൊക്കെ എന്തോരം ഫുഡല്ലേ വെറുതെ ആവശ്യമില്ലാണ്ട് വേസ്റ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു നമുക്ക്. ആ കുട്ടികൾക്ക് അത് ആ ചോറുംപൊതി കിട്ടിയപ്പോഴേ ഒറ്റ ഓടിക്ക് ഓടി കേട്ടോ. ആ ടെൻറ്റിലോട്ട് പോയി, അവരുടെ വീട്ടിലോട്ട് പോയി. പാരൻസൊക്കെ ഉള്ള അങ്ങോട്ടേക്ക് തന്നെ പോയി. എനിവേസ് ഗുഡ്. എനിക്കാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ വില അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായ ഒരു നിമിഷമായിരുന്നു കേട്ടോ അത്. കുറച്ചുകൂടെ ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചധികം അവർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ആകെപ്പാട് 2 പൊതിച്ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വേറെ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ കാര്യങ്ങളൊന്നും എടുത്തില്ല, അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. പക്ഷേ അതെനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്താണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഗവി ഡാം എത്തി. ഗവി ഡാമിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളപ്പം രാവിലെ വാങ്ങിച്ച ഉച്ചയൂണിൻ്റെ ഒരു പൊതിയാണ് കേട്ടോ. ഒരു പൊതി നമ്മൾ ഓൾറെഡി കൊടുത്തു കുട്ടികൾക്ക്. ഉച്ചയ്ക്കത്തെ ലഞ്ചാണ്, 3 മണിയായി. ഈ ഡാം കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ കണ്ട ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇത് ക്യാമറയിൽ എത്രമാത്രം ഭംഗിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ക്ലൈമറ്റും അടിപൊളി. ഞാൻ കുറച്ച് നേരം റോഡിൽ കൂടി ഇങ്ങനെ നടക്കും കേട്ടോ. നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം അകത്തോട്ട് വണ്ടികളുടെ എണ്ണം ഭയങ്കര ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കും കാര്യങ്ങളും ഇല്ല. പിന്നെ ഇതൊരു വീക്കെൻഡ് അല്ല, ഇന്നും എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയാണ്. സോ വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട്. വാവ്, മലയും കുന്നൊക്കെ കണ്ട് ഇങ്ങനെ റോഡിലൂടെ നടക്കാം. ഇവിടെ അങ്ങറ്റത്ത് അത്ര എൻ്റെ ഫോണിൽ കിട്ടത്തില്ല. S25 ആയിരുന്നെങ്കിൽ കിട്ടിയേനെ. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണിക്കാം. എന്തേ കണ്ടോ, ബൈസൺ ഒക്കെയാണ്. എന്താ കാട്ടുപോത്ത്. ഓ മൈ ഗോഡ്, ഐഫോൺ ചതിച്ചല്ലോ, നാണം കെടുത്തുല്ലോ. കണ്ടോ, ഇവിടെ കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ ഒരു മാടിനെ മുഴുവനോട് തിന്ന് അതിന്റെ അഫ്റ്റ് കൂടെ അവിടെ കിടപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ മറ്റേ സിംഹവാലൻ കുരങ്ങുകളാണ് കേട്ടോ, കരിങ്കുരങ്ങുകൾ 3 എണ്ണം ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അതേ ഒന്ന് ഇവിടെ കണ്ട, പിന്നെ ഒന്നതേ ഇവിടെ, ഒരുത്തന്തേ അവിടെ. ഇതാ നമ്മുടെ കാട്ടുപന്നീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, റോഡിന്റെ സൈഡിൽ ഇരുന്ന് തിന്നുവോ, നീളം മൂക്കൊക്കെ ആയിട്ട്. ഓ മൈ ഗോഡ്, ഇത് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നത്. ഇതായിരുന്നല്ലേ ഇതിന്റെ യഥാർത്ഥ രൂപം. നോക്കി. അങ്ങനെ നമ്മുടെ ഗവി യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാറിലാണ് നിൽക്കുന്നത്. നന്നായിട്ട്
ടയേർഡായി ക്ഷീണിച്ചു മടുത്തു എന്തൊക്കെയോ വിസ്മൃതികൾ അവിടെ കിടന്ന് ഞാൻ കാണിച്ചു കൂട്ടി. ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോവാണ്. നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു ഗവി യാത്ര. 1 at a ടൈം ലൈഫിൽ ഒരു തവണ പോകാൻ നല്ലതാണ്. ചിലവർക്ക് ബോറിംഗ് ആയിരിക്കും, ബിക്കോസ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വലിയ കാഴ്ചകളൊന്നും കാണാനില്ല. ഈ കാട്ടിലൂടെ ഉള്ള ഒരു 3 മണിക്കൂറത്തെ ഈ ഒരു യാത്രയാണ്. ആ ഒരു 3 മണിക്കൂറിനുള്ളിൽ ആനിമൽസിനെയൊക്കെ കാണാൻ കഴിയുവാണെങ്കിൽ അതിങ്ങനെ സ്പോട്ട് ചെയ്ത് പോകണം. അങ്ങനെയാണ്. ഇറ്റ് ഈസ് എൻ ഓക്കെ പ്ലേസ്. കുഴപ്പമില്ലാത്ത ഒരു യാത്രയായിരുന്നു. ഒരു ഡിഫറെന്റ് അനുഭവമായിരുന്നു. നമുക്കതാണല്ലോ ഗവി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം നമുക്ക് 4 പേരോട് പറയാൻ പറ്റണം. അപ്പം എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.